നിങ്ങൾ ആരെങ്കിലും ഈ എഡ്ഡി എന്ന സിനിമയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 89 വയസ്സുള്ള ഒരു അമ്മച്ചി സ്കോട്ട്ലൻഡിലെ ഏറ്റവും ഉയർന്ന പർവ്വതനിരയായ സൂയിൽവൻ കയറാനായി യാത്ര പുറപ്പെടുന്നതാണ് ചിത്രം. നഫീസുമ്മയുടെ ഈ മഞ്ഞിൽ പുതഞ്ഞുള്ള ആ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഈ സിനിമ പെട്ടെന്ന് ഓർമ്മ വന്നു. 55 വയസ്സുള്ള നഫീസുമ്മ മകളുമൊത്ത് പൊളിമൂടിൽ മണാലിയിലെ മഞ്ഞിൽ സന്തോഷം കൊണ്ട് ആറാടുന്ന ആ സീൻ നമുക്കൊന്ന് കണ്ടേച്ചു വരാം. ഫ്രണ്ട്സ് ആദറ, സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം. എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ, വന്നടി മക്കളെ. ഇതൊക്കെ നാട്ടിൽ ഈ വയസ്സാം കാലത്ത് കണ്ടില്ലേ? ഈ 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞിക്കിടക്കുന്ന ഇത്ര നല്ല രസേട കിട്ടാനോ മക്കളെ. വന്നോളി മക്കളെ ഈ അവിടത്തേക്ക്. ഞങ്ങൾ വരുമ്പോലെ ഇനിയും ഞങ്ങൾ ഇവിടെ വരും. റിച്ചുവിന്റെ കൂടി സൂപ്പറാടി, സൂപ്പറാ. നഫീസുമ്മയുടെ ആ സന്തോഷം നോക്കിക്കേ. കാണുമ്പോൾ നമുക്ക് ഉമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നും. പക്ഷെ ചിലരുണ്ട്, മറ്റുള്ളവർ, പ്രത്യേകിച്ച് കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയ സ്ത്രീകൾ, അവരിങ്ങനെ സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നൊന്നും പിടിക്കത്തില്ല. ഭർത്താവ് മരിച്ച സ്ത്രീകൾ ആടരുത് പാടരുത്, മിണ്ടാതെ ഉരിയാടാതെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ അങ്ങ് ഇരിക്കണം. ഡീറ്റെയിൽ ആയിട്ട് ഈ സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ ഉസ്താദ് പറഞ്ഞു തരും. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സനാത്തന്തി കുറുഞ്ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ, ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ. കണ്ടില്ലേ എന്താ ഉസ്താദിന് പെണ്ണുങ്ങളുള്ള ഒരു കേറിങ്. ഇതുപോലെ സമൂഹത്തിലേക്ക് വിഷം തുപ്പുന്ന ഉസ്താദുമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടത്. ഇനി നഫീസുമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഭർത്താവ് മരിച്ചിട്ട് 22 വർഷമായി. ചെറിയ മകൾക്ക് 7 മാസം പ്രായമുള്ളപ്പോൾ മരിച്ചതാണ്. 3 പെൺമക്കളുണ്ട്. സ്വന്തമായി വീടില്ല. 8 സെന്റ് ഭൂമിയാണുള്ളത്. വിശ്രമമില്ലാതെ ജോലി ചെയ്തും കുറി കൂടിയും കുറച്ച് ലോൺ എടുത്തും ചെറിയൊരു വീടുണ്ടാക്കി. മക്കളെ കൂടാതെ വീട്ടിൽ പ്രായമായ ഉപ്പയും ഉമ്മയും ഉണ്ട്. വളരെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യമായിരുന്നു. കൂലിപ്പണിയെടുത്തും വീട്ടുജോലി ചെയ്തുമാണ് എല്ലാവരെയും നഫീസുമ്മ നോക്കിയത്. റമദാൻ നോവിനും വീട്ടിലിരുന്നില്ല. വിശ്രമമില്ലാതെ ജോലി ചെയ്തു. അന്നൊക്കെ സന്തോഷം എന്താണെന്ന് നഫീസുമ്മ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ 3 ആളുകളുടെയും വിവാഹം കഴിഞ്ഞു. ഉപ്പയില്ലാത്ത 3 മക്കളെ വളർത്തി വലുതാക്കി. മക്കളാണ് നഫീസുമ്മ യാത്രയ്ക്ക് കൊണ്ടുപോകുന്നത്. ഈ ഉസ്താദിന്റെ വിഷം ചൊരിച്ചിൽ വീഡിയോ വൈറലായതോടെ നഫീസുമ്മയെ കുറിച്ച് കുടുംബത്തിലും സമൂഹത്തിലും അടക്കം പറച്ചിലുകൾ ഉണ്ടായി. ഒരു മരണ വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഭർത്താവ് നഷ്ടപ്പെട്ടാൽ ദിക്റും സ്വലാത്തും ചൊല്ലി ഒരു മൂലയ്ക്ക് ഇരിക്കണമെന്നാണ് ഉസ്താദിന്റെ തീട്ടൂരം. വിധവയായ ലോകം കാണാൻ പാടില്ലെന്നുണ്ടോ? ഈ ലോകം പുരുഷന് വേണ്ടി മാത്രമുള്ളതാണോ? ഈ സ്വലാത്തൊന്നും പുരുഷന് ബാധകമല്ലേ? നഫീസുമ്മ അനുഭവിച്ച സ്വാതന്ത്ര്യത്തെയും സന്തോഷത്തെയും മതപരമായ രീതിയിൽ വളച്ചൊടിച്ച് ആ കുടുംബത്തിന്റെ സമാധാനം കെടുത്തുന്ന ഇത്തരം ഉസ്താദുമാരാണ് ഈ സമൂഹത്തിന്റെ ശാപം. താൻ അനുഭവിക്കാത്ത സ്വാതന്ത്ര്യവും സന്തോഷവും അന്യൻ അനുഭവിക്കുന്നതിന്റെ ഫ്രസ്ട്രേഷനാണ് ഈ വിഷവാക്കുകളിലൂടെ പുറന്തള്ളുന്നത്. നഫീസുമ്മ 10 സെന്റിൽ 2 സെന്റ് വിറ്റിട്ടാണെങ്കിലും യാത്ര ചെയ്യാനല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഈ ഉസ്താദുമാര് പറയുന്ന ഇച്ചാതി പൊട്ടത്തിലൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന്. ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ട്. പോയി പൊളിക്കുമ്മ.